കോൺഗ്രസ്സുകാർ അവരുടെ തനി കോണം കാണിച്ചു. നമുക്കറിയാം, ഇത്രയും ചോദിച്ചാൽ പറയും ഉൾപാർട്ടി ജനാധിപത്യമാണ് എന്നവർ പറയും. ആർക്കും എന്തും പറയാവുന്ന ജനാധിപത്യമാണ് കോൺഗ്രസ്സിലുള്ളത്. ഒരു വേദി ഉണ്ടാക്കിയിട്ടാൽ അതിൽ കയറാവുന്ന അത്രയും പേര് ഇതിനകത്ത് കയറും. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്ത് പല ഇടങ്ങളിലും വേദിയൊക്കെ തകർന്നു വീണിട്ടുണ്ട്. എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്നവര് ഈ ശരിക്കും പറഞ്ഞാൽ ഈ അമൂൽ ബേബികളെ പോലെയാണ്. ആ കതറ് വിട്ട് പെരിപ്പിച്ച് മുഖത്ത് പൗഡറും ഒക്കെ പൂശി, മുഖം വെളുത്തില്ലെങ്കിലും കുടുംബം വെളുത്തു പോകും, തുടർച്ചയായി പൗഡർ ഇട്ടിട്ട്. അവ അങ്ങനെ മസിൽ പിടിച്ച് വന്ന് ഈ ക്യാമറ കാണുന്നുണ്ട്, അതിൻ്റെ പുറകിൽ കിടന്ന് ഉണ്ടും തെള്ളും ഒക്കെയാണ്. വേദിയിലും അതുണ്ട്. നമ്മൾ ഈ CPM എന്ത് പറഞ്ഞാലുണ്ടല്ലോ, കേഡർ സ്വഭാവമുണ്ട്. വേദിയിൽ 4 കസേര ഉണ്ട്, ആ 4 പേരേ ഉള്ളൂ, അത്രേ ഉള്ളൂ. 5ാമതൊരാൾ അവിടെ ഇല്ല. അതാണ് CPM. BJPയിലും അതേതാണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. BJPയിൽ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇദ്ദേഹം വന്നതിന് ശേഷം മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മാറണം. കാരണം ഈ ഇത്ര ഇടിച്ചു തള്ളുക എന്ന് പറയുന്ന ഏർപ്പാട് എന്തോരം നാണം കെട്ട ഏർപ്പാടാണ്. പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചില്ല, അതും ഒരു MP. ഇതിവർക്ക് ദോഷം ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്നലെ കുറ്റ്യാടിയിൽ നടന്ന ആ സമ്മേളനം തന്നെ കേരളത്തിൻ്റെ മീഡിയയിൽ കൂടി ഇത്രയും ജനത കണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു സീനിയർ മോസ്റ്റ് നേതാവ് എഴിച്ച് അദ്ദേഹം സ്റ്റേജിൽ വീഴുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ അദ്ദേഹം ഒരു ആദർശ ശക്തിയുള്ള കോൺഗ്രസ്സുകാരനാണ്. മുമ്പും പലതവണ വീണിട്ടുള്ളത് കൊണ്ട് ഇതൊരു വലിയ കാര്യമല്ല. അതെ. എന്നിട്ട് പുള്ളിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ അത് ചില ചാനലുകളിൽ കറക്റ്റ് അത് കാണിച്ചു, തയ്യാറാകുന്നില്ല. എന്നിട്ട് ഒരു വിഭാഗം ഷാഫി പ്രസംഗിക്കണം, ഒരു വിഭാഗം പ്രസംഗിക്കണ്ട. അപ്പോൾ ആലോചിച്ച് നോക്കണം കോൺഗ്രസിൻ്റെ ഗതികേട്. ഇതാണ് അധികാരം കിട്ടിയാലുമുള്ള അവരുടെ കുഴപ്പം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ കണ്ടിട്ടുള്ളത് പറയുകയാണ്, തിരുവനന്തപുരത്തൂടെ നമുക്ക് നടക്കാൻ പറ്റൂല. ഈ കതറൊക്കെ ഒന്ന് വെളുപ്പിച്ച് ഇങ്ങനെ കൂർപ്പിച്ച് നമ്മുടെ കണ്ണിലൊക്കെ കൊണ്ടുകളയും, ഇങ്ങനെ പെരിപ്പിച്ച് നടക്കുകയാണ്. ബ്ലൈഡ് കൊണ്ട് പോലെ ഉടുപ്പിന്റെ ഹാഫ് കൈ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പോറും. ഇപ്പൊ CPMകാരാണെങ്കിൽ അത് വേറൊരു സ്വഭാവം. അതെ, ഇവര് അല്പമെങ്കിലും ചിരിക്കുകയെങ്കിലും നടക്കും. അതെ അതെ, മറ്റൊരു അതില്ല, മസിൽ പിടിച്ച് നടക്കും, പെരിപ്പിച്ച്. അതെ. അപ്പോൾ ഇദ്ദേഹം പ്രസംഗിക്കാൻ കാര്യമെന്താ? 1 മണിക്കൂർ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര താമസിച്ചു, ഇവിടെ ആരും പ്രസംഗിക്കണ്ട. അപ്പോൾ ഒരു നേതാവ് ഡിക്ലെയർ ചെയ്യുകയാണ്, അവിടുത്തെ DCC പ്രസിഡൻറ്റ് ഒരു നന്ദി സ്വീകരണത്തിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നന്ദി പറഞ്ഞാൽ മതി. അതല്ല, അവിടെ വരണ എല്ലാവർക്കും പ്രസംഗിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കണം, നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ പാർലമെൻറ്റിലെ ഒരു MP, ഇതാണ് ഓം ബിർള അവിടെ പറയുന്നത്. മറ്റേ ഡീൻ കുര്യാക്കോസിനെയും അവിടുത്തെ എറണാകുളത്തുള്ള MPയും ഈ ഷാഫി പറമ്പലിനെയൊക്കെ അടിച്ചിരുത്തുന്ന സസ്പെൻഡ് ചെയ്യുന്നതാണ്. ജനാധിപത്യ ശ്രീകോവിലിൻ്റെ ഒരു വേദിയിലേക്ക് സ്പീക്കറിൻ്റെ ചേംബറിലേക്ക് പേപ്പറും ബാനറുമായിട്ട് പോകുകയെന്ന് പറഞ്ഞാൽ കേരള അസംബ്ലി അല്ല. ഓം ബിർള എന്ന് പറയുമ്പോൾ അത്ര ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നല്ല റെസ്പെക്റ്റുള്ള ഒരു പാർലമെൻറ്റ് സ്പീക്കറും എല്ലാ പ്രതിപക്ഷ മര്യാദയുള്ള ആളാണ്. ഇപ്പോൾ 3-4 പേരെ സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക്. ഇവർക്ക് ഈ കേരളത്തിൽ ഇപ്പം അധികാരത്തിൽ വരും എന്നൊരു തോന്നലുണ്ട്. എന്നാൽ ആ തോന്നലിനനുസരിച്ച് പ്രവർത്തിച്ചു പോകണ്ടേ? അത് ചെയ്യില്ല. ഈ പരസ്യമായ ഇത്തരത്തിലുള്ള വേദികളിൽ കാണിക്കുന്ന കോപ്രായവും നാണം കെട്ട ഏർപ്പാടും ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കി. ഇത് നല്ലൊരു പ്രസന്റ് തിരിച്ചടി ഉണ്ടാവും. ഇപ്പോഴത്തെ പഴയ കാലം അല്ലല്ലോ ചേട്ടാ. ഒരു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗമാണ്. പിള്ളേരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 4-5 പേർക്ക് ഇരിക്കേണ്ട കസേരയിൽ നിന്ന വേദി തന്നെ നമുക്ക് കണ്ടുകൂടെ? അപ്പോൾ അതിന് ഫ്രണ്ടിലൊരു നിര കസേര ഒഴിഞ്ഞു കിടക്കുന്നു, അതിലിരുന്നുകൂടെ? പക്ഷേ അങ്ങ് തള്ളല. ഈ ക്യാമറ കാണുമ്പോൾ ഇവർക്കൊരു ഹാലിളവും, എന്തോ എൻ്റെ മുഖം വരട്ടെ എന്നും പറഞ്ഞ്. അതല്ലേ ഈ കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് കൂടാൻ കാര്യം എന്താ? നേരത്തെ ഇത് ഉണ്ട്. പണ്ട് ഓർമ്മയുണ്ടാ, നമ്മുടെ V. ശിവകുമാർ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മുണ്ടിനെ ഉരിഞ്ഞത് പാറസാല വെച്ച്. അപ്പോൾ അതും എന്നിട്ട് ലാസ്റ്റിലെന്താ, ആ സ്റ്റേജിൻ്റെ ഫ്ലൈവുഡ് ഒടിഞ്ഞ് താന്നു വീഴുന്നു. പുത്തരിക്കണ്ടത്തൊരു യോഗം ഇതുപോലെ വെച്ചു. അതും ഇതുപോലെ കരുണാകരൻ സാറൊക്കെ ഉള്ള സമയമാണ്. നമ്മളൊക്കെ രാജ്മോഹൻ്റെ മുണ്ടിരിഞ്ഞു. അതെ, മുണ്ടിരിഞ്ഞു. നമ്മുടെ വികാസ് ഭവനിൽ വെച്ച് നമ്മുടെ രമേശ് ഇതുണ്ടല്ലോ ശരചന്ദ്ര പ്രസാദിനെയും ഇദ്ദേഹത്തിൻ്റെ മുണ്ടിരിഞ്ഞു. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം.
ഇവർക്ക് ഒരു പാർട്ടിക്ക് ഒരു അധ്യക്ഷനില്ല, ശക്തനായ ഒരാളില്ല, ശാസിച്ച് നിർത്താൻ കഴിയുന്ന ഒരാളില്ല. ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും ഈ വലിയ ഹുങ്കുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ. പിണറായി വിജയന്റെ ആ നോട്ടത്തിൽ നിൽക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പം പലരും മൂത്രം ഒഴിക്കും. അതെ, ആ അനങ്ങത്തിൽ ഇപ്പൊ പാർട്ടിയുടെ സെക്രട്ടറി പിണറായി, ആ പാർട്ടിയുടെ ഓൾ ഇന്ത്യ നേതാവ് പിണറായി, സംസ്ഥാനം ഭരിക്കുന്നതിനും പിണറായി, CC കമ്മിറ്റി പിണറായി, പോളിറ്റ് ബ്യൂറോ പിണറായി, എല്ലാം പിണറായിയാണ്. ഒന്നുമല്ല. പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം കണ്ടല്ലോ, 3ാമത്തെ വരിയിലാണ് പാർട്ടി സെക്രട്ടറി. അല്ല, MABയുടെ തൊലിക്കട്ടിയ ഭാരമാണ്. ഒന്നുമില്ലാഞ്ഞിട്ടും പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. അപ്പം ഇത്തരത്തിൽ കോൺഗ്രസ് പോകുകയാണ് എങ്കിൽ അവിടുത്തെ വയനാട് മേഖലകളിലെ തോട്ടം തൊഴിലാളി കൊടുത്തത് എന്താണ്? താങ്കൾ മുഖ്യമന്ത്രിയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തൊഴിലാളികൾ ഷാൾ ഇട്ടുകൊണ്ട് പറഞ്ഞു. നമുക്ക് സാധാരണ അരിയാഹാരം കഴിക്കണം നമുക്ക് തോന്നുമോ ചേട്ടാ ഇദ്ദേഹം മുഖ്യമന്ത്രിയാവും? മുഖ്യമന്ത്രി നേരെ ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികൾ വരുമില്ലേ? പണിയെടുക്കാൻ പുള്ളി ആമയുടെ ജോലിയാണ് ചെയ്യുന്നത്. അക്കരെ പോകണമെങ്കിൽ കുരങ്ങനോ തവളയ്ക്കോ ആർക്കെങ്കിലും പോകണമെങ്കിൽ വലിയ ആമ വന്ന് പുറത്ത് കയറിയിരിക്കണം, അപ്പുറത്ത് ഉണ്ടാക്കി കൊടുക്കും. ആ സ്ഥിതിയാണെന്ന് വീടി സത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി എടുക്കുന്ന തൊഴിലാളി. ഇത് പൊതുയുഗ യാത്ര എന്ന് പറഞ്ഞാണ് തിരിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പോൾ ഇത്രയും കാലം കേരളം പഴയതായിരുന്നോ? അവർ ഭരിച്ചു, കരുണാകരൻ സാർ ഭരിച്ചു, AK ആൻ്റണി സാർ ഭരിച്ചു, ബാക്കി നിരവധി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഭരിച്ചു. അപ്പോൾ ഇവർ ഭരിച്ച എല്ലാം കേരളം. അതാണ് ഇന്ന് ഒരു പത്രത്തിൽ ഞാൻ വായിച്ചു, ഇന്ത്യൻ എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. കാരണം 8 കേന്ദ്രമന്ത്രിമാരായിട്ട് കേരളത്തിന് എന്ത് കിട്ടി? ഈ യാത്ര ചെയ്യുന്ന സതീശൻ ആരോ ഒരു വ്യക്തിയാണത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ വരുന്ന യാത്രയിലെല്ലാം മൈക്ക് കൂടി അത് പറയണം. നിങ്ങൾ മതേതര പാർട്ടിയാണ്. നിങ്ങൾ ഈ സമസ്തയുടെ അടുത്തും ജമാഅത്തിൻ്റെ അടുത്തും ഈ 5 വിരലുണ്ടല്ലോ കോൺഗ്രസിൻ്റെ കൈച്ചിഹ്നം, ഇത് 1 SDPI, ഒരു വിരൽ, ഒരു ഫിംഗർ PDP, 1 ജമാഅത്ത് ഇസ്ലാമി, 1 പോപ്പുലർ ഫ്രണ്ട്, പിന്നെ 1 മുസ്ലിം ലീഗ്. അപ്പോൾ ഈ 5 കൈപ്പത്തി എന്ന് പറയുമ്പം 5 മുസ്ലിം സംഘടനകളെന്നാണ് ഇന്ന് മലപ്പുറം ഏരിയയിലുള്ള മതേതരത്തിലുള്ളവർ സംസാരിക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന കൈപ്പത്തിയല്ല. ഇന്ന് അങ്ങനെ കോൺഗ്രസ്സിന് കൈപ്പത്തി ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ ഉത്സവങ്ങൾക്കും തിരുനാവ് പോലുള്ള ഹിന്ദുക്കളുടെ ഉത്സവത്തിനും നേതാക്കൾ മതേതര സങ്കല്പത്തിൽ പോകണം. ഇതിവിടെ വന്ന് പുത്തരിക്കണ്ടത്ത് VD സതീശന് തള്ളാൻ മറ്റേ സൂഫികളുടെ സമ്മേളനത്തിന് പോകണം, ജമാഅത്തിൻ്റെ സമ്മേളനത്തിന് ആശംസാ പ്രസംഗം, അത് കഴിഞ്ഞിട്ട് മെനഞ്ഞാന്ന 4-ാം നാളോ നമ്മുടെ സമസ്തയുടെ സമ്മേളനത്തിന് പൊക്കുത്തോയ തങ്ങളുടെ അവിടെ പോയി കാല് പിടിക്കുന്നു. അപ്പം ബാക്കി ഹിന്ദുക്കളെല്ലാം ചോദിക്കാനും പറയാനും ആരുമില്ല. ശബരിമലയുടെ ഇതിൽ കൈപ്പത്തിക്ക് കുത്തും. ഇത് ആടി നിൽക്കുന്നത് CPM-ൽ പോവാത്ത വോട്ട് മുസ്ലിം സംഘടനകളുടെയാണ്. അവിടെ അരമനകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം നമ്മൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ വിരുദ്ധ വികാരവും ഉണ്ട്. കാരണം ഭരണത്തിൻ്റെ പോരായ്മകൾ ചോദ്യം ചെയ്യാനോ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാനോ പ്രതിപക്ഷത്തിനും അതെല്ലാം അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ചേട്ടാ. ഇപ്പൊ തിരുവനന്തപുരം അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ കോൺഗ്രസ്സല്ലേ വരേണ്ടത്? അതെ, മൂന്നാമൊരു തേർഡ് പാർട്ടി, മൂന്നാമൊരു ശക്തി വന്നത് എന്താ? അപ്പോൾ കോൺഗ്രസ്സിന് തിരുവനന്തപുരത്ത് അടിത്തറ ഇല്ലാത്തതുകൊണ്ടാണോ? MP കോൺഗ്രസ്, MLA കോൺഗ്രസ് കാറുണ്ട് ആയിരുന്നു. തലസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായിട്ട് നല്ല പ്രവർത്തനമുള്ള സ്ഥലം. എന്തുകൊണ്ട് ഇവർ 19 സീറ്റിൽ ഒതുങ്ങിപ്പോയി? അപ്പോൾ ജനങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിൽ ഈ പറയുന്ന സ്റ്റേജ് തള്ളും, മൈക്കിന് പിടിയും, ഫോട്ടോയ്ക്ക് പിടിയേ ഉള്ളൂ. ഇവിടെ എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെങ്കിൽ BJP പോലുള്ള മേയർ വരണം. അത് ജനം മനസ്സിലാക്കി. അപ്പോൾ ഇദ്ദേഹം കിടന്ന് പാടുപെടുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു മൂന്നാമതൊരു ബദൽ സർക്കാർ ഉറപ്പായി ഉണ്ടാകും. ശശി തരൂർ പോലുള്ളവർ ഈ ഒരു പോക്ക് കോൺഗ്രസ്സിൽ പോകുകയാണ് എങ്കിൽ ജയിക്കുന്നതിൽ ചില MLA-മാരും കോൺഗ്രസിൻ്റെ ഘടകകക്ഷികളും മാറും. ഇപ്പോൾ CPM-നകത്ത് കണ്ടില്ലേ, പുതിയൊരു ഡെമോക്രാറ്റിക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ONGM മേഖലകളിലും പാലക്കാട് രൂപീകരിക്കുവാൻ പോകുന്നു. കോൺഗ്രസ്സുകാർ പഴയ KTDC ചെയർമാൻ പോലുള്ളവരെ ശശി സ്ഥാനാർത്ഥിയാക്കുവാൻ വേണ്ടിയൊക്കെ നോക്കുന്നു. അപ്പോൾ കേരളത്തിൽ പുതിയ ബാന്ധവങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അമിത്ഷായും നമ്മുടെ നിവിൻ നവീനും ഒക്കെ ഇവിടെ പറയുമ്പോൾ ഉറപ്പായിട്ടും അടുത്ത് UDF-ഓ LDF-ഓ വരികയില്ല, മൂന്നാമതൊരു മുന്നണിയായിരിക്കും കേരളം ഭരിക്കണമെന്ന് അവർ ഉറപ്പിച്ച് പറയുമ്പോൾ എന്തോ അന്തർനാടകങ്ങൾ കേരളത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത്രയും കാലം പഴയ കേരളത്തെ ഇവർ പുതിയതാക്കുവാൻ വേണ്ടി നടക്കുന്നു. ഇവർ വന്നു,
കേന്ദ്രത്തിൽ നിന്ന് എന്ത് സഹായമാണ് ഇവർക്ക് കിട്ടുവാൻ പോകുന്നത്? ഇവർ തന്നെ പറയുന്നു ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിനൊന്നും ചെയ്യുകയില്ല. അപ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ജനത വിചാരിക്കും BJP വരട്ടെ എന്ന് പറയും. BJPക്ക് ഒരു 10 22 MLA കിട്ടുകയാണെങ്കിൽ 10-30 പേരെയും കൂടി ഒപ്പിക്കാൻ അവർ സുലഭമായിട്ട് അവർ സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. അതിനുള്ള ഒരു ശക്തിയും മുതലാളിമാരും ഡൽഹിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് UDF വരുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ആ ഒരു പോക്കല്ല കേരളത്തിൽ പോണത്. ഇപ്പം നടക്കുന്നത് കോൺഗ്രസ് ആൾക്കൂട്ടത്തിൽ തനിയെന്നുള്ള പ്രചരണം മാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.